ഹേ സിനിഫൈൽസ്, അപ്പോൾ എല്ലാവർക്കും ചാനലിൽ സ്വാഗതം. ആദ്യം തന്നെ നമുക്ക് ദുഃഖകരമായൊരു വാർത്തയാണ്. നമ്മുടെ നടൻ സലിം കുമാർ നമ്മളെയൊക്കെ വിട്ടു പോയിരിക്കുകയാണ്. കോമഡി റോളുകളും നമ്മുടെ ചെറുപ്പത്തിലൊക്കെ നമ്മളെ ഒരുപാട് ചിരിപ്പിച്ച ഒരു നടൻ കൂടി തന്നെയാണ് അദ്ദേഹം. കലാഭവൻ, ഇന്നസെൻ്റ്, അവരുടെ ഒപ്പം തന്നെ പറയേണ്ട മറ്റൊരു പേര് തന്നെയാണ് സലിം കുമാർ. കോമഡി റോളുകൾ അത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത്. എന്തായാലും സിനിമയെ സ്നേഹിക്കുന്ന മലയാളികൾ ഒരിക്കലും അദ്ദേഹത്തിൻ്റെ പേരുകൾ ഒരിക്കലും മറക്കുന്നതായിരിക്കില്ല. ഇടയ്ക്ക് റൂമേഴ്സ് കേട്ട ഒരു വാർത്തയാണല്ലോ, നമ്മുടെ സന്തോഷ് ട്രോഫി എന്ന ചിത്രത്തിൽ നിന്ന് നമ്മുടെ പൃഥ്വിരാജിനെ മാറ്റിയ കാര്യം. അതെന്തായാലും ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിട്ടുണ്ട്. നമ്മുടെ ജോമോൻ ജ്യോതിറാണ് സിനിമയിലെ നായകനായിട്ട് വരുന്നത്. പൃഥ്വിരാജുകൾ തിരക്ക് കാരണമാണ് സിനിമയിൽ നിന്ന് ഒഴിഞ്ഞത്. അപ്പോൾ എന്തായാലും നല്ലൊരു സിനിമ തന്നെ ആവട്ടെ. കഴിഞ്ഞ ദിവസം നമ്മുടെ ബാല എന്ന ചിത്രത്തിൻ്റെ ട്രെയിലർ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കിടിലൻ ട്രെയിലർ തന്നെയായിരുന്നു. ഒരു ഫീൽ ഗുഡ് പ്രതീക്ഷിച്ച് ഒരു കിടിലൻ ഒരു സൈക്കോ മിസ്റ്റേഴ്സ് ത്രില്ലർ തന്നെയാണ്. അപ്പം അതിൽ പെട്ടെന്ന് കണ്ടുപോയ രണ്ട് മകളാണ് നമ്മുടെ ഗിരീഷ് ഏടിയും ടൊവിനോ. അപ്പോൾ എന്തായാലും ചിത്രം നല്ല കിടിലൻ ചിത്രം തന്നെ ആവട്ടെ. എന്തായാലും നമുക്ക് ജൂൺ 19 ചിത്രത്തിനായിട്ട് വെയിറ്റ് ചെയ്യാം. അതിമനോഹരം എന്ന ലാലേട്ടൻ ചിത്രത്തിൻ്റെ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ജൂലൈ മാസം സിനിമ തീരുന്നതായിരിക്കും പാക്കപ്പായിട്ട്. പിന്നെ സിനിമ ഡിസംബർ നവംബർ മാസം ആയിട്ട് റിലീസ് എത്തുന്നതായിരിക്കും. നമ്മുടെ ആഷിഖ് ഉസ്മാൻ തന്നെയാണ് ഈ കാര്യം നമ്മുടെ മാധ്യമങ്ങളോട് പറഞ്ഞത്. നിവിൻ പോളിയുടെ ബെത്ലഹേം കുടുംബ യൂണിറ്റ് എന്ന ചിത്രത്തിൻ്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു പോസ്റ്ററും ഒരു ഓണത്തിനുള്ള ഒരു അപ്ഡേറ്റും വന്നിട്ടുണ്ട്. നമ്മുടെ നിവിൻ പോളിയും നമ്മുടെ മമിത ബൈജുവാണ് ഈ പോസ്റ്ററിലുള്ളത്. 2026 ഓണത്തിന് തന്നെയാണ് സിനിമ എത്തുന്നത്. അപ്പോൾ ഒരു ക്ലാഷ് റിലീസൊക്കെ തന്നെ ആയിരിക്കും. അപ്പോൾ എന്നാലും നമുക്ക് ഓണത്തിന് വേണ്ടി കാത്തിരിക്കാം. നമ്മുടെ അതിരടി എന്ന ചിത്രമാണ് OTT-യിലേക്ക് എത്തുകയാണ്. സോണി ലിവിലൂടെ ഈ വരുന്ന ജൂൺ 19 ചിത്രം OTT റിലീസ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും OTT-യിൽ മികച്ച പ്രതികരണം തന്നെ സിനിമ നേടട്ടെ. രണ്ട് പെൺകുട്ടികളുടെ അതിസാഹസ്യമായ ഒരു യാത്ര തന്നെയായിരുന്നു ഫാൾ എന്ന ചിത്രം. ആ ചിത്രത്തിൻ്റെ രണ്ടാം ഭാഗം ഈ 2026 വരികയാണ്. ഫാൾ 2 ഡെഡ് പോയിൻ്റ് എന്നാണ് ചിത്രത്തിന് പേരിട്ടിരിക്കുന്നത്. സിനിമ സെപ്റ്റംബർ മാസം 2-ാം തീയതി തിയേറ്ററിൽ എത്തുന്നതായിരിക്കും. അതുപോലെ തന്നെ മറ്റൊരു ചിത്രമാണ് നമ്മുടെ ഐസ് ഏജ്. എത്രത്തോളം സിനിമകളാണ് ഈ ഒരു സീരീസിൽ വരുന്നത്. അതിൽ തന്നെ അടുത്തൊരു പാർട്ട് റിലീസ് ചെയ്യുകയാണ് ഐസ് ഏജ് ബോയിലിംഗ് പോയിൻ്റ് എന്ന ചിത്രം. സിനിമ ഈ വരുന്ന ഫെബ്രുവരി 2027, അതായത് അടുത്ത വർഷമാണ് ചിത്രം എത്തുന്നത്. അപ്പോൾ എന്തായാലും തന്നെ മോശമല്ലാത്ത മുന്നേ ഉള്ള സീക്വൽസിനേക്കാളൊക്കെ കിടിലൻ തന്നെ ആവട്ടെ. നമ്മുടെ ഇന്ദ്രൻസിൻ്റെ ചിന്ന ചിന്ന ആസ എന്ന ചിത്രത്തിൻ്റെ റിലീസ് തീയതി വന്നിട്ടുണ്ട്. ജൂൺ 19 ചിത്രം തിയേറ്ററിലെത്തുക. അപ്പം നമ്മുടെ ഇന്ദ്രൻസിൻ്റെ ഒരു കിടിലൻ പ്രകടനം തന്നെ സിനിമയിൽ കാണാൻ സാധിക്കട്ടെ. നസ്ലിൻ്റെ മോളിവുഡ് ടൈംസ് എന്ന ചിത്രത്തിൽ നമ്മുടെ ബേസിൽ ജോസഫ് ഉണ്ടെന്നുള്ള പോസ്റ്റർ വന്നിട്ടുണ്ട്. നമ്മുടെ വിജയ് സേതുപതിയുടെ ആദ്യ ചിത്രമാണ് സ്ലം ഡോഗ് 33 ടെമ്പിൾ റോഡ്. സിനിമയുടെ ടീസർ ഈ വരുന്ന ജൂൺ 8 വൈകിട്ട് 6 മണിക്ക് വരുന്നതായിരിക്കും. എന്നാലും നമുക്ക് ടീസറിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതുപോലത്തെ OTT വാർത്തകളും സിനിമ വാർത്തകളൊക്കെ അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ സപ്പോർട്ട് ചെയ്യുക.